മാഡം, ഞാൻ ഫോർവേഡ് ചെയ്ത മെയിൽ കണ്ടല്ലോ അല്ലേ? കണ്ടു. കാട്ടൂരാം വക്കീല് വള്ളിയും പുള്ളിയും കുത്തും കോമയൊക്കെ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അതെ, മറുപടി തയ്യാറാക്കാൻ ലീഗൽ ടീമിനെ ഏൽപ്പിച്ചു മാഡം. വിട്ടു കൊടുക്കരുത്. ഒരു കാരണവശാലും തേവക്കാട്ടുകാരുടെ 1 ഇഞ്ച് ഭൂമിയോ 1 രൂപ പണമോ ചന്ദ്രോത്ത് ചെല്ലരുത്. അങ്ങനെ തന്നെയാണ് മറുപടി തയ്യാറാക്കുന്നതും. അറിയാടോ, ഒരു പടി താഴേക്കല്ലാതെ 1 അടി പോലും മുകളിലേക്ക് കയറരുത് ചന്ദ്രോത്തുകാർ. ഞാൻ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ തന്നെ മാഡം കാര്യങ്ങൾ പോകുന്നത്. ചന്ദ്രമതി ചേച്ചിക്ക് വീറും വാശിയും അല്പം കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. ചേച്ചിയെ ത്യാഗരാജന്റെ വഴിക്ക് കൊണ്ടുവരണം. മത്സരം തണുത്തു പോവരുത്. ചന്ദ്രോത്തുകാർ നേട്ടം കൊണ്ടുപോകരുത്. എനിക്കറിയാം മാഡം. മാഡം, എനിക്ക് തിരിച്ചു പോവാൻ സമയമായിട്ടില്ല എന്ന് തന്നെയാണോ പറയുന്നത്? ഇല്ല, സമയമാവുമ്പോൾ ഞാൻ പറയും. ശരി മാഡം. എന്നാ ശരി. ത്യാഗരാജൻ ചേട്ടാ, ഞാൻ ആലോചിക്കാം, ചന്ദ്രമതി ആന്റിക്ക് എന്താ സംഭവിച്ചേ? എന്താ കാര്യം? അല്ല, ചന്ദ്രോത്തുകാർക്കെതിരെ ആന്റി ഇപ്പൊ ഒന്നും പറയുന്നില്ല. മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. ചന്ദ്രോത്തുകാര് ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടാവോ? ചന്ദ്രോത്തുകാരല്ല, മിനിസ്റ്റർ മേരി തോമസാ ആന്റിയെ മാറ്റിയിരിക്കുന്നത്. ഇതുവരെ ഇല്ലാത്തൊരിഷ്ടം അവരോട് വന്നിരിക്കുക. അന്ന് തന്നെ മന്ത്രിയുടെ പേര് പറഞ്ഞു വിളിച്ചു എന്നും പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടത് കണ്ടില്ലേ? ആന്റി ആകെ മാറിപ്പോയി. ചേച്ചി മാറിക്കോട്ടെ, പക്ഷേ ഞാൻ മാറാൻ പോകുന്നില്ല. അത് കേട്ടാ മതി. ഇടയ്ക്ക് ചേട്ടനോ ഒന്ന് തണുത്തോന്ന് എനിക്കൊരു സംശയം വന്നതാ. സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് മാത്രമല്ല, അവിടുത്തെ എല്ലാവരും ഇല്ലാതാവണം. എന്നാലേ എനിക്ക് സമാധാനം കിട്ടും. എന്നോടും ഈ കുടുംബത്തോടും അയാൾ ചെയ്ത ക്രൂരതയ്ക്ക് എനിക്ക് പകരം ചോദിക്കണം.